ബംഗ്ലാദേശ് അതിർത്തിയിൽ സൈനിക നീക്കം നടക്കുകയാണോ? അതെ, വലിയ രീതിയിലുള്ള സൈനിക നീക്കം നടക്കുന്നുണ്ട്. നമ്മുടെ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായിട്ടുള്ള 17ാം മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സ്, 17 മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സ് എന്ന് പറയുന്ന വിഭാഗമാണ് അവിടെ വിന്യസിച്ചിരിക്കുന്നത്. ഇവരെ അറിയപ്പെടുന്നത് ബ്രഹ്മാസ്ത്ര കോർപ്സ് എന്ന പേരിൽ കൂടി ഇവർ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഇത് ചൈനയുമായിട്ടുള്ള അതിർത്തി പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വിങ്ങിനെ നമ്മൾ രൂപീകരിച്ചത്. ഇതിനെ രൂപീകരിക്കുന്നത് 2013-ലാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം വരുന്നത് ബംഗ്ലാദേശ് അതിർത്തിയിൽ കൂടിയാണ്. ഏതാണ്ട് 4000-ലേറെ കിലോമീറ്റർ നീളമുള്ളതാണ്. 4096 കിലോമീറ്റർ നീളമുണ്ട് ബംഗ്ലാദേശുമായുള്ള നമ്മുടെ അതിർത്തിക്ക്. ഇതിൽ പലയിടത്തും നമ്മൾ ഒരു വേലികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ പല തരത്തിലുള്ള നുഴഞ്ഞുകയറ്റങ്ങളൊക്കെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാണ്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ സൈനിക വിന്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബംഗ്ലാദേശിൽ അതിർത്തിയോട് ചേർന്ന് പുതിയ സൈനിക താവളങ്ങൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒന്ന് ചോപ്ര എന്ന് പറയുന്നതാണ്. പശ്ചിമ ബംഗാളിലുള്ള ഈ താവളമാണ്. പശ്ചിമ ബംഗാളിലെ ഈ താവളത്തിന് ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ദൂരവ്യത്യാസമുള്ളൂ. രണ്ടാമതൊന്ന് കിഷൻഗഞ്ച് എന്ന് പറയുന്നതാണ്. ഇത് ബീഹാറിലാണ്. ബീഹാറിലെ ഈ പ്രദേശം സിലിഗുരി കോറിഡോറിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ബാമുനി എന്ന് പറയുന്നതുണ്ട്. അസമിലെ ധുബ്രി ജില്ലയിലാണ് ഇതുള്ളത്. ലച്ചിത് ബോർഫുഗൻ മിലിറ്ററി സ്റ്റേഷൻ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. കൂടാതെ മിസോറാമിൽ നമ്മൾ പുതിയതായിട്ട്, അതായത് നാലാമതായിട്ടൊരു സൈനിക താവളം കൂടി അവിടെ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ നേരിട്ടുള്ള, അതായത് ഈ 17ാം കോർപ്സിൻ്റെ നേരിട്ടുള്ള ഒരു ഇടപെടൽ അവിടെയുണ്ട്. അതിൻ്റെ കമാൻഡറിൻ്റെ പേര് ലഫ്റ്റനന്റ് ജനറൽ യഷ് അഹ്ലാവത് എന്നാണ്. അദ്ദേഹം അടുത്തിടെ മിസോറാമിലെയും ത്രിപുരയിലെയും ഒക്കെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. എന്നിട്ട് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നേരിട്ട് വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യാക്രമണ ശേഷി നമ്മൾ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം. കാരണം ഏത് സമയത്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയനുസരിച്ച് ബംഗ്ലാദേശിൽ നിന്ന് നമുക്ക് നേരെ ഒരു വലിയ ആക്രമണം ഉണ്ടായേക്കാം. നമുക്കറിയില്ല ഇതിന് പിന്നിൽ മറ്റേതെങ്കിലും ഒരു രാജ്യം, പ്രത്യേകിച്ച് അമേരിക്ക ഒരു നീക്കം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ചെറുക്കാൻ പാകത്തിന് എല്ലാ സേനാ വിന്യാസങ്ങളും ഒരുക്കി വെക്കുക എന്നുള്ളതാണ്. BSF കൂടി ഈ പറയുന്ന കോർപ്സിൻ്റെ കൂടെ BSFൻ്റെ കൂടി വലിയൊരു സാന്നിധ്യം അവിടെ കേന്ദ്രം ഇപ്പോഴേ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്, നമ്മൾ നിശബ്ദരായിരിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചടിക്കേണ്ടി വന്നാൽ നമുക്ക് തിരിച്ചടിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ വൈദ്യുതി കൊടുക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർത്തിവെക്കുകയാണ്. ആ നിർത്തിവെക്കുക എന്ന് പറയുന്നത് പോലെ ഇവന്മാർക്കിട്ടുള്ള ഒരു പണി ഏത് നിമിഷവും നമ്മൾ കൊടുക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ചോദിച്ചു വാങ്ങുന്ന പണിയാണ്. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങി പോക്കറ്റിലിടുക എന്ന് പറയാനല്ലാതെ മറ്റൊന്നും നമുക്ക് അവിടെ സാധിക്കുകയില്ല. അപ്പോൾ ഈ BSF കൂടാതെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള സന്നാഹങ്ങൾ കൂടി അവിടെയുണ്ട്. ഈ അതിർത്തിയിൽ ഏതാണ്ട് 85ഓളം ഔട്ട് പോസ്റ്റുകളെ അത്യാധുനിക സുരക്ഷാ കേന്ദ്രങ്ങളാക്കി നമ്മൾ അവിടെ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള നിരീക്ഷണം വളരെ ശക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ സിലിഗുരി കോറിഡോറിൽ റഫാൽ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട്. ബ്രഹ്മോസ് മിസൈലുകൾ വിന്യസിച്ചിട്ടുണ്ട്. S-400 വ്യോമ പ്രതിരോധ സംവിധാനം അതും നമ്മൾ വിന്യസിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞതുപോലെ ഏതാണ്ട് 4096 കിലോമീറ്ററാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ, ഇത്രയും നീളമുള്ള ഒരു കാര്യത്തിൽ നമ്മൾ വലിയ സജ്ജീകരണം ചെയ്തില്ലെങ്കിൽ ഏത് നിമിഷം നമുക്ക് ഇത് ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം അതിനെ പ്രതിരോധിക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റില്ല. കൂടാതെ നമ്മൾ പറഞ്ഞ പോലെ മറ്റൊന്ന് M777 അൾട്രാ ലൈറ്റ് ഹോവിറ്റ്സർ എന്ന് പറയുന്ന ഏറ്റവും ഭാരം കുറഞ്ഞിട്ടുള്ള ഹെലികോപ്റ്റർ വരെ തൂക്കി മലമുകളിൽ എത്തിക്കാൻ കഴിയുന്ന പീരങ്കികളാണിത്. അപ്പോൾ ആ പീരങ്കികൾ പോലും നമ്മളവിടെ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ അതിർത്തിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എത്രത്തോളം സജ്ജമായിരിക്കുന്നു, അതായത് ഏത് സമയത്തും ഒരു വെടിപൊട്ടാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ പറയുന്ന പോലെ പാകിസ്ഥാനുമായിട്ടാണ് സ്ഥിരമായിട്ട് നമ്മൾ പോരടിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ ബാധിച്ച ക്യാൻസറാണ്. അത്
തീർത്താൽ തീരാത്ത പ്രശ്നം എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇപ്പുറത്ത് അസ്ഥിരമായിരിക്കുന്ന ഒരു രാജ്യം മറ്റൊന്നും ഉണ്ടാവുക, അവിടെ നിന്ന് നമുക്ക് ഏത് സമയം വേണമെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുക. ഈ പ്രശ്നത്തിലേക്ക് നമ്മൾ തല കടത്തുന്ന സമയത്തായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയൊരു ആക്രമണം പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാകുന്നത്. ആ അതിർത്തിയിലും നമ്മൾ പൂർണ്ണ സജ്ജരായി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന മതഭ്രാന്ത് തലക്കി പിടിച്ചിട്ടുള്ളവർ ഏത് സമയത്ത് നമുക്ക് ഈ പഹൽഗാം അറ്റാക്ക് ഉണ്ടായതുപോലും നമുക്കറിയാം. അവിടെ വളരെയധികം സൈനിക സജ്ജീകരണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ വളരെ ശക്തമായിരുന്നു. പക്ഷേ ഒരു സമയത്ത് എല്ലാം ഓക്കെ ആയി എന്ന് കരുതുന്ന സമയത്ത് ചെറിയൊരു സേനാ പിൻവലിക്കൽ നടത്തിയ സമയത്താണ് ഈ ഭീകരന്മാർ അവിടെ അറ്റാക്ക് നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാനാണോ ഈ പറയുന്ന നമ്മുടെ ശത്രു രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ വിലയിരുത്തുന്നുണ്ട്. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇവിടെ പിനാക റോക്കറ്റ് സിസ്റ്റം കൂടി വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ പിനാക നമുക്കറിയാം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ശത്രുപാളയത്തിലേക്ക് ഡസൻ കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ സാധ്യതയുള്ള ഇന്ത്യയുടെ സ്വന്തം റോക്കറ്റ് ലോഞ്ചറാണ് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതിർത്തിയിൽ അത്രത്തോളം സുരക്ഷ സജ്ജമാക്കി വെക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ കരുതലോടെ ഇരിക്കേണ്ട ഒരു സാഹചര്യത്തിൽ, കാരണം നമ്മളെ ഹിന്ദുക്കളെ മുഴുവനും കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബംഗ്ലാദേശ് പോകുന്നു. നമ്മൾ പലപ്പോഴായിട്ട് ഹൈക്കമ്മീഷനെ വിളിച്ച് വളരെ കാർക്കശ്യപൂർവ്വം നമ്മൾ പറയുന്നുണ്ട് ഈ പരിപാടി ശരിയാവില്ല. അതിനിടയിൽ ഹിമന്ത പറയുന്നുണ്ട് ഈ സിലിഗുരി കോറിഡോർ പിടിക്കണം, 22 കിലോമീറ്റർ കൂടി നമ്മൾ വീതി കൂട്ടേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ ധാക്കയിൽ നിന്ന് 7 സിസ്റ്റേഴ്സ് നമ്മൾ പിടിച്ചടക്കും, അതായത് അവർ പിടിച്ചടക്കുമെന്നുള്ള രീതിയിലുള്ള അവരുടെ NCP നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ അടങ്ങിയിരിക്കുകയല്ല. നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഒരു ഹിന്ദു പാർട്ടി മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. വിജയം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ കഴിയാത്തൊരു കാര്യമാണ്. പക്ഷേ അവിടെ യൂനസിനെ കൊണ്ടുവന്നിട്ടുള്ള പാർട്ടി, ആ വിദ്യാർത്ഥി പ്രക്ഷോഭകാലത്ത് ഉണ്ടായിട്ടുള്ള മുളച്ചു പൊങ്ങിയ ആ പാർട്ടി പിളർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. യൂനസിനെ പോലും ഇപ്പോൾ അമേരിക്ക നോക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് രീതിയിലായിരിക്കാം അവിടെ ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ നിലപാടുകൾ പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം ഇത്രത്തോളം എന്താ പറയുക അത്രത്തോളം പ്രാധാന്യമേറിയ ഒരു വിങ്ങിനെ അവിടെ വിന്യസിക്കുന്നത്. അതിനോടൊപ്പം തന്നെ BSFനെ വിന്യസിക്കുന്നുണ്ട്. ഈ 2 വിങ്ങുകളെയും കൃത്യമായി വിന്യസിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കരുതിയിരിക്കേണ്ട സാഹചര്യം തന്നെയാണെന്നല്ലേ നമ്മൾ കരുതേണ്ടത്. അതായത് എനിക്ക് തോന്നുന്ന മറ്റൊന്നാണ്, 1971 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാര്യമായി മാറിയത് ഈ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയും ആഭ്യന്തര പ്രശ്നം സങ്കീർണമാവുകയും അവിടെ നിന്ന് വലിയ ജനക്കൂട്ടം, അതായത് വലിയ പോപ്പുലേഷൻ ഇന്ത്യയിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ അവിടെ ഇപ്പോൾ തന്നെ ഈ പറയുന്ന മതപരമായിട്ടുള്ള പീഡനങ്ങൾ നേരിടുന്ന ആൾക്കാർ ഒന്നാകെ ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ ഏതാണ്ട് 1.5-2 കോടിയോളം വരുന്ന ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ നിന്ന്, അതെ, അത്രയും വലിയ ഒരു പോപ്പുലേഷൻ ഇന്ത്യയിലേക്ക് കടന്നു വരികയാണെങ്കിൽ ഇന്ത്യയുടെ സന്തുലിതാവസ്ഥയെ അത് ബാധിക്കാനുള്ള ഇടയുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു ആഭ്യന്തര പ്രശ്നം നമുക്കുണ്ടാവാതിരിക്കാനായിട്ട് ഇന്ത്യ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം വിപുലമാവുകയാണ്, നമ്മളെ ബാധിക്കുമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഇടപെട്ടേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യക്ക് ഇടപെടേണ്ടി വന്നാൽ അതിനു വേണ്ടിയിട്ടാണ് അതിർത്തിയിൽ ജാഗ്രത പാലിക്കുന്നത് എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. അതല്ലാതെ മറ്റെന്തെങ്കിലും, അതായത് ഇന്ത്യ അവിടെ നിലനിർത്തിയിരിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് അതിർത്തി നിരീക്ഷണമാണ്. അതിർത്തി നിരീക്ഷണത്തിന് വലിയ തോതിൽ ക്യാമറകൾ ഇപ്പോൾ നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നു, നമ്മൾ നിർമ്മിച്ചിരുന്നു, അതെല്ലാം തന്നെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അതിർത്തി മേഖലകളിൽ. അതുപോലെ തന്നെ BSF ഉണ്ട്, ആർമി ഉണ്ട്, നമ്മളുടെ തിയേറ്റർ കമാൻഡുകളുണ്ട്. ഇത്തരത്തിൽ സംയോജിതമായ സേനകൾ അവിടെ തന്നെ ഈ അതിർത്തിയിലുണ്ട്. അതിർത്തി ഫെൻസിങ് അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഫെൻസിങ് ഇല്ലാത്ത മേഖലയിൽ കൂടുതൽ സൈനികരെ നിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള ഭീഷണികളെ നേരിടുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു കടന്നുകയറ്റം ഇന്ത്യയിലേക്ക് ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് സൈന്യം സജ്ജമാകുന്നത്. അല്ലാതെ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഭീകര ക്യാമ്പുകൾ അവർ ഈ അതിർത്തിയിലേക്ക് കൂടി മാറ്റിയിട്ടുണ്ട്, അതായത് വിപുലപ്പെടുത്തുന്നുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര ക്യാമ്പുകളെല്ലാം തന്നെ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ചെല്ലുന്ന സാഹചര്യമുണ്ട്, അവിടെയും വിന്യസിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കടന്നുകയറ്റം പ്രിയൻ പറയുന്നത് പോലെ തന്നെ ഉണ്ടാകാം. കാരണം അവർക്ക് പലായനം ചെയ്തു പോകാനായിട്ട് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യമല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. അപ്പോൾ സ്വാഭാവികമായും അതിൽ നിന്ന് ഉണ്ടാകാം. പക്ഷെ ഇതേ സമയം തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്, ലഷ്കർ പോലുള്ള ഭീകര സംഘടനകളുടെ ക്യാമ്പുകൾ
അവർ ഈ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുന്നത്. അതും നമ്മൾ ശ്രദ്ധയോടെ നോക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ അതുകൊണ്ടുകൂടി അതുകൊണ്ടുകൂടിയായിരിക്കും, ഭീകരതയുണ്ടായിരിക്കും. അല്ലാതെ ബംഗ്ലാദേശ് ഒരു യുദ്ധത്തിന് വരുമെന്ന് അനുമാനിക്കാൻ കഴിയില്ല. കാരണം അത് വളരെ ചെറിയൊരു സ്റ്റേറ്റാണ്. നമ്മളുടെ UP-യുടെ 10-1 പോലും വരുമോ എന്നുള്ള സംശയമാണ്. 10-1 വരുമുള്ളൂ. ഏതാണ്ട് പകുതിയിൽ താഴെ മാത്രമേ, UP-യുടെ പകുതിയിൽ താഴെ മാത്രമേ വരുമുള്ളൂ. അവരുടെ പോപ്പുലേഷനും ഇപ്പോൾ പോയിട്ട് അവരുടെ ഒരു ശേഷി പോലും, സൈനിക ശേഷി പോലും ഒട്ടുമില്ല എന്ന് വേണം കണക്കാക്കാൻ. ഇന്ത്യക്ക് ഒരു പപ്പടം പൊടിക്കുന്ന ലാഘവം പോലും ഉണ്ടാകില്ല ബംഗ്ലാദേശ് ആർമിയെ ഇല്ലാതാക്കാൻ. അവിടുത്തെ ആർമി പോലും അങ്ങനെ ഒരു തീരുമാനം, ഇന്ത്യയായിട്ട് എന്തെങ്കിലും യുദ്ധം ചെയ്യേണ്ടി വരും, വിദൂര ഭാവിയിൽ പോലും അങ്ങനെ ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനിടയില്ല.